ഒരു ചെറിയ നഗരത്തിൽ നിന്ന് തുടങ്ങി ലോകത്തിന്റെ 3 വൻകരകളെ വിറപ്പിച്ച ഒരു സാമ്രാജ്യം. ലോകചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ കഥയാണിത്. എങ്ങനെയാണ് അവർ ലോകത്തിന്റെ അധിപന്മാരായത്? എന്തുകൊണ്ടാണ് അത്രയും ശക്തമായൊരു സാമ്രാജ്യം തകർന്നടിഞ്ഞത്? റോമൻ സാമ്രാജ്യത്തിന്റെ ഉദയത്തെയും തകർച്ചയെയും കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളിലൂടെ നമുക്ക് ആ ചരിത്രത്തിലേക്ക് സഞ്ചരിക്കാം. 1. റോം നഗരം സ്ഥാപിതമായത് എന്നാണ്? ഉത്തരം BC 753. റോമുലസ് റമസ് എന്നീ ഇരട്ട സഹോദരന്മാരാണ് റോം നഗരം സ്ഥാപിച്ചതെന്നാണ് ഐതിഹ്യം. ടൈബർ നദിക്കരയിലാണ് ഈ നഗരം വളർന്നുവന്നത്. 2. ആദ്യകാലത്ത് റോമിൽ നിലവിലിരുന്ന ഭരണസംവിധാനം എന്തായിരുന്നു? ഉത്തരം രാജഭരണം, മൊണാർക്കി. റിപ്പബ്ലിക് ആകുന്നതിനു മുൻപ് റോം ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. ആകെ 7 രാജാക്കന്മാരാണ് റോം ഭരിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. 3. റോമൻ റിപ്പബ്ലിക് നിലവിൽ വന്നത് ഏതു വർഷമാണ്? ഉത്തരം BC 509. ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച അവസാനത്തെ രാജാവായിരുന്ന ടാർക്വിൻ ദി പ്രൗഡിനെ പുറത്താക്കിയാണ് ജനങ്ങൾ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചത്. 4. എന്താണ് റോമൻ സെനറ്റ്? ഉത്തരം റോമിലെ പ്രഭുക്കന്മാരുടെ ഭരണസമിതി. റിപ്പബ്ലിക് കാലഘട്ടത്തിൽ നിയമങ്ങളും സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്ന ഏറ്റവും ശക്തമായ സമിതിയായിരുന്നു സെനറ്റ്. 5. ആരായിരുന്നു പാട്രീഷ്യൻസ്? ഉത്തരം റോമിലെ ഉന്നത കുലജാതരായ ഭൂവുടമകൾ. സമൂഹത്തിലെ ഉയർന്ന പദവികളും രാഷ്ട്രീയ സ്വാധീനവും കൈയാളിയിരുന്ന ധനിക വിഭാഗമായിരുന്നു ഇവർ. 6. ആരായിരുന്നു പ്ലീബിയൻസ്? ഉത്തരം റോമിലെ സാധാരണക്കാരായ ജനങ്ങൾ. കർഷകർ, വ്യാപാരികൾ, തൊഴിലാളികൾ എന്നിവരടങ്ങുന്നതായിരുന്നു ഈ വിഭാഗം. പട്രീഷ്യന്മാരുമായി ഇവർ നിരന്തരം അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയിരുന്നു. 7. റോമിലെ ആദ്യത്തെ രേഖപ്പെടുത്തപ്പെട്ട നിയമസംഹിത ഏതാണ്? ഉത്തരം 12 പട്ടികകൾ, 12 ടേബിൾസ്. BC 451 സാധാരണക്കാരായ പ്ലെബിയന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി വെങ്കലഫലകങ്ങളിൽ എഴുതപ്പെട്ട നിയമങ്ങളാണിവ. 8. പ്യൂണിക് യുദ്ധങ്ങൾ, പ്യൂണിക് വാർസ് ആരുമായാണ് റോം നടത്തിയത്? ഉത്തരം കാർത്തേജ് സാമ്രാജ്യവുമായി. മെഡിറ്ററേനിയൻ കടലിലെ ആധിപത്യത്തിനായി റോമും കാർത്തേജും തമ്മിൽ 3 വലിയ യുദ്ധങ്ങൾ നടന്നു. ഇതിൽ വിജയിച്ചതോടെയാണ് റോം വൻശക്തിയായി മാറിയത്. 9. കാർത്തേജിന്റെ പ്രശസ്തനായ ജനറൽ ആരായിരുന്നു? ഉത്തരം ഹാനിബൽ. റോമിനെ വിറപ്പിച്ച യുദ്ധതന്ത്രജ്ഞനായിരുന്നു ഹാനിബാൾ. ആൽപ്സ് പർവ്വതം ആനകളെക്കൊണ്ടു താണ്ടി അദ്ദേഹം നടത്തിയ റോം ആക്രമണം ചരിത്രപ്രസിദ്ധമാണ്. 10. റോമൻ റിപ്പബ്ലിക്കിന്റെ തകർച്ചയ്ക്ക് കാരണമായ ആഭ്യന്തര യുദ്ധങ്ങൾ തുടങ്ങിയത് ആരുടെ കാലത്താണ്? ഉത്തരം ഗ്രാക്കസ് സഹോദരന്മാരുടെ ഗ്രാച്ചി ബ്രദേഴ്സ് കാലത്ത്. സാധാരണക്കാർക്കു വേണ്ടി ഭൂനവീകരണം നടത്താൻ ശ്രമിച്ച ഈ സഹോദരന്മാരെ സെനറ്റംഗങ്ങൾ കൊലപ്പെടുത്തിയത് റോമിൽ വലിയ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമായി. 11. റോമിലെ ആദ്യത്തെ ത്രിമൂർത്തി ഭരണം, ഫസ്റ്റ് ട്രയംവൈറേറ്റ് ആരൊക്കെ ചേർന്നതായിരുന്നു? ഉത്തരം ജൂലിയസ് സീസർ, പോംബി, ക്രാസസ്. റോമൻ റിപ്പബ്ലിക്കിന്റെ അധികാരം പിടിച്ചെടുക്കാൻ BC 60 രൂപീകരിച്ച തന്ത്രപരമായ സഖ്യമായിരുന്നു ഇത്. 12. ജൂലിയസ് സീസർ ഏത് നദി മുറിച്ചുകടന്നാണ് റോമിലേക്ക് യുദ്ധത്തിന് വന്നത്? ഉത്തരം റൂബിക്കോൺ നദി, BC 49 റൂബിക്കോൺ മുറിച്ചുകടക്കുക എന്ന ചരിത്രപരമായ തീരുമാനത്തിലൂടെ സീസർ റോമിൽ ആഭ്യന്തരയുദ്ധം പ്രഖ്യാപിച്ചു. 13. ജൂലിയസ് സീസർ സ്വയം എന്തായാണ് പ്രഖ്യാപിച്ചത്? ഉത്തരം ആജീവനാന്ത ഏകാധിപതി, ഡിക്റ്റേറ്റർ ഫോർ ലൈഫ്. ആഭ്യന്തരയുദ്ധത്തിൽ വിജയിച്ച സീസർ BC 44 റോമിന്റെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു. 14. ജൂലിയസ് സീസർ കൊല്ലപ്പെട്ടത് എന്ന് എങ്ങനെ? ഉത്തരം BC 44 മാർച്ച് 15 സെനറ്റംഗങ്ങളാൽ. സീസർ രാജാവാകുമെന്ന് ഭയന്ന ബ്രൂട്ടസിന്റെ നേതൃത്വത്തിലുള്ള സെനറ്റംഗങ്ങൾ അദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയായിരുന്നു. ഈ ദിവസം ഈഡസ് ഓഫ് മാർച്ച് എന്നറിയപ്പെടുന്നു. 15. രണ്ടാമത്തെ ത്രിമൂർത്തി ഭരണത്തിൽ സെക്കൻഡ് ട്രയംവൈറേറ്റ് ആരെല്ലാമാണ് ഉണ്ടായിരുന്നത്? ഉത്തരം ഒക്ടേവിയൻ, മാർക്ക് ആന്റണി, ലെപ്പിഡസ്. സീസറുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനും റോമിന്റെ ഭരണം തിരിച്ചുപിടിക്കാനും രൂപീകരിച്ച സഖ്യമാണിത്. 16. ആക്റ്റിയം യുദ്ധം, ബാറ്റിൽ ഓഫ് ആക്റ്റിയം ആർക്കെതിരെയായിരുന്നു? ഉത്തരം മാർക്ക് ആന്റണിക്കും ക്ലിയോപാട്രയ്ക്കും എതിരെ. BC 31 നടന്ന ഈ നാവികയുദ്ധത്തിൽ ഒക്ടേവിയൻ അവരെ പരാജയപ്പെടുത്തുകയും ഇതോടെ ഈജിപ്ത് റോമിന്റെ ഭാഗമാവുകയും ചെയ്തു. 17. റോമൻ സാമ്രാജ്യത്തിലെ ആദ്യത്തെ ചക്രവർത്തി ആരാണ്? ഉത്തരം അഗസ്റ്റസ് സീസർ, ഒക്ടേവിയൻ. BC 27 ഒക്ടേവിയൻ അഗസ്റ്റസ് എന്ന പേര് സ്വീകരിച്ച്
റോമൻ റിപ്പബ്ലിക്കിനെ ഔദ്യോഗികമായി ഒരു സാമ്രാജ്യമാക്കി മാറ്റി. 18. എന്താണ് പാക്സ് റൊമാന? പാക്സ് റൊമാന. ഉത്തരം: റോമൻ സമാധാന കാലഘട്ടം. അഗസ്റ്റസ് ചക്രവർത്തിയുടെ ഭരണം മുതൽ ഏകദേശം 200 വർഷത്തോളം റോമിൽ വലിയ യുദ്ധങ്ങളില്ലാതെ നിലനിന്ന സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും കാലമാണിത്. 19. റോമൻ സാമ്രാജ്യം അതിന്റെ ഏറ്റവും വലിയ വിസ്തൃതിയിലെത്തിയത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം: ട്രാജൻ ചക്രവർത്തിയുടെ ട്രേജൻ കാലത്ത്. AD 117 ട്രാജന്റെ ഭരണത്തിൻ കീഴിൽ റോം പടിഞ്ഞാറ് സ്പെയിൻ മുതൽ കിഴക്ക് പേർഷ്യ വരെ വ്യാപിച്ചുകിടന്നു. 20. റോമിലെ ഏറ്റവും പ്രശസ്തമായ ആംഫി തിയേറ്റർ ഏതാണ്? ഉത്തരം: കൊളോസിയം. AD 80 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ വമ്പൻ സ്റ്റേഡിയത്തിൽ ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങളും മൃഗവേട്ടകളും പൊതുവിനോദങ്ങളും നടന്നിരുന്നു. 21. ആരായിരുന്നു ഗ്ലാഡിയേറ്റേഴ്സ്? ഉത്തരം: കാണികളെ രസിപ്പിക്കാൻ പരസ്പരം പോരടിച്ചിരുന്ന യോദ്ധാക്കൾ. അടിമകൾ, കുറ്റവാളികൾ, യുദ്ധത്തടവുകാർ എന്നിവരെയാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. മരണം വരെ അവർക്ക് പോരാടേണ്ടി വന്നിരുന്നു. 22. റോമൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിമത്ത കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം: സ്പാർട്ടക്കസ്. BC 73 ഒരു ഗ്ലാഡിയേറ്ററായിരുന്ന സ്പാർട്ടക്കസിന്റെ നേതൃത്വത്തിൽ 10,000-കണക്കിന് അടിമകൾ റോമൻ സൈന്യത്തിനെതിരെ പോരാടി. 23. റോമൻ നഗരങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന സംവിധാനം എന്താണ്? ഉത്തരം: അക്വിഡക്ട്സ്. കിലോമീറ്ററുകൾ അകലെയുള്ള മലനിരകളിൽ നിന്ന് നഗരങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ റോമാക്കാർ നിർമ്മിച്ച കൂറ്റൻ കല്ലുപാലങ്ങളും കനാൽ സംവിധാനങ്ങളുമാണിത്. 24. റോമാക്കാർ കെട്ടിട നിർമ്മാണ രംഗത്ത് വരുത്തിയ ഏറ്റവും വലിയ വിപ്ലവം എന്താണ്? ഉത്തരം: റോമൻ കോൺക്രീറ്റ് ഉപയോഗം. അഗ്നിപർവ്വത ചാരം ഉപയോഗിച്ച് അവർ ഉണ്ടാക്കിയ കോൺക്രീറ്റ് വളരെ ശക്തമായിരുന്നു. ഇത് നൂറ്റാണ്ടുകളോളം കേടുപാടുകൾ കൂടാതെ നിൽക്കാൻ കെട്ടിടങ്ങളെ സഹായിച്ചു. 25. റോം നഗരം കത്തിയെരിയുമ്പോൾ ഫിഡിൽ വയലിൻ വായിച്ചു എന്ന് പറയപ്പെടുന്ന ചക്രവർത്തി ആര്? ഉത്തരം: നീറോ ചക്രവർത്തി. AD 64 റോമിലുണ്ടായ വലിയ തീപിടുത്തത്തിന് കാരണം നീറോ ആണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ക്രൂരതയ്ക്ക് പേരുകേട്ട ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. 26. റോമൻ സാമ്രാജ്യത്തിലെ 5 നല്ല ചക്രവർത്തിമാരിൽ 5 ഗുഡ് എംപറേഴ്സ് അവസാനത്തവൻ ആര്? ഉത്തരം: മാർക്കസ് ഒറേലിയസ്. ഒരു മികച്ച ഭരണാധികാരി എന്നതിലുപരി സ്റ്റോയിക് തത്വചിന്തകനായും അദ്ദേഹം അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ മരണത്തോടെ പാക്സ് റൊമാന അവസാനിച്ചു. 27. റോമൻ നാണയവ്യവസ്ഥയിൽ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ നാണയത്തിന്റെ പേരെന്താണ്? ഉത്തരം: ഓറിയസ്. കച്ചവട ആവശ്യങ്ങൾക്കായി റോമാക്കാർ സ്വർണ്ണത്തിലും വെള്ളിയിലും ഡെനേറിയസുള്ള നാണയങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. 28. റോമാക്കാർ ആരാധിച്ചിരുന്ന പ്രധാന ദേവൻ ആരായിരുന്നു? ഉത്തരം: ജൂപ്പിറ്റർ. ഗ്രീക്ക് പുരാണങ്ങളിലെ സ്യൂസ് ദേവന് തുല്യനായി റോമാക്കാർ കണ്ടിരുന്ന ആകാശത്തിന്റെയും ഇടിയുടെയും ദേവനായിരുന്നു ജൂപ്പിറ്റർ. 29. റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് തുടക്കമിട്ട 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി, ക്രൈസിസ് ഓഫ് ദ 3rd സെഞ്ചുറി എന്തായിരുന്നു? ഉത്തരം: ആഭ്യന്തര യുദ്ധങ്ങളും സാമ്പത്തിക തകർച്ചയും നിറഞ്ഞ 50 വർഷങ്ങൾ. AD 235 മുതൽ 284 വരെയുള്ള കാലയളവിൽ 50ഓളം പേർ ചക്രവർത്തിമാരാകാൻ ശ്രമിക്കുകയും സാമ്രാജ്യം 3ആയി പിളരുകയും ചെയ്തു. 30. ഈ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിക്ക് അന്ത്യം കുറിച്ച ചക്രവർത്തി ആരാണ്? ഉത്തരം: ഡയോക്ലീഷ്യൻ. AD 284 അധികാരത്തിൽ വന്ന അദ്ദേഹം ഭരണപരമായ വലിയ മാറ്റങ്ങൾ വരുത്തി സാമ്രാജ്യത്തെ തകർച്ചയിൽ നിന്ന് താൽക്കാലികമായി രക്ഷിച്ചു. 31. എന്താണ് ടെട്രാർക്കി ഭരണസംവിധാനം? ഉത്തരം: 4 പേർ ചേർന്നുള്ള ഭരണം. ഭീമമായ റോമൻ സാമ്രാജ്യം ഒരാൾക്ക് മാത്രമായി ഭരിക്കാൻ കഴിയില്ലെന്ന് കണ്ട് ഡയോക്ലീഷ്യൻ അതിനെ 2 അഗസ്റ്റസുമാരും 2 സീസർമാരും ചേർന്ന് ഭരിക്കുന്ന രീതിയിലാക്കി. 32. റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം റോമിൽ നിന്ന് മാറ്റിയ ചക്രവർത്തി ആര്? ഉത്തരം: കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. കോൺസ്റ്റന്റീൻ ദ ഗ്രേറ്റ്. AD 330 അദ്ദേഹം തലസ്ഥാനം ബൈസാന്റിയം എന്ന നഗരത്തിലേക്ക് മാറ്റി അതിന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പേരിട്ടു. 33. ക്രിസ്തുമതത്തിന് റോമിൽ നിയമസാധുത നൽകിയ പ്രഖ്യാപനം ഏതാണ്? ഉത്തരം: മിലാൻ വിളംബരം. ഈഡിക്റ്റ് ഓഫ് മിലാൻ. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുറപ്പെടുവിച്ച ഈ വിളംബരത്തോടെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനങ്ങൾ അവസാനിച്ചു. 34. ക്രിസ്തുമതത്തെ റോമിന്റെ ഔദ്യോഗിക മതമാക്കിയ ചക്രവർത്തി ആരാണ്? ഉത്തരം: തിയോഡോഷ്യസ് I. AD 380 പുറപ്പെടുവിച്ച
തെസലോനിക്ക വിളംബരത്തിലൂടെ അദ്ദേഹം ക്രിസ്തുമതത്തെ സാമ്രാജ്യത്വ മതമാക്കി മാറ്റി. 35. റോമൻ സാമ്രാജ്യം ഔദ്യോഗികമായി രണ്ടായി വിഭജിക്കപ്പെട്ടത് എന്ന്. ഉത്തരം AD 395. തിയോഡോഷ്യസ് ചക്രവർത്തിയുടെ മരണശേഷം സാമ്രാജ്യം പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യമെന്നും കിഴക്കൻ റോമൻ സാമ്രാജ്യമെന്നും രണ്ട് സ്വതന്ത്ര ഭാഗങ്ങളായി മാറി. 36. പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന്റെ അവസാന തലസ്ഥാനം ഏതായിരുന്നു? ഉത്തരം റവന്ന. സുരക്ഷാ കാരണങ്ങളാൽ റോമിൽ നിന്നും മിലാനിൽ നിന്നും തലസ്ഥാനം കാടുകളാലും ചതുപ്പുകളാലും ചുറ്റപ്പെട്ട റവന്നയിലേക്ക് മാറ്റുകയായിരുന്നു. 37. റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ ആക്രമിച്ച വടക്കൻ ഗോത്രങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ബാർബേറിയൻസ്. ഗോത്തുകൾ, വാൻഡലുകൾ, ഫ്രാങ്കുകൾ, ഹണ്ണുകൾ തുടങ്ങിയ ജർമ്മനിക് ഗോത്രങ്ങളെയാണ് റോമാക്കാർ ബാർബേറിയന്മാർ എന്ന് വിളിച്ചിരുന്നത്. 38. AD 410 റോം നഗരം കൊള്ളയടിച്ച ബാർബേറിയൻ രാജാവ് ആര്? ഉത്തരം അലാറിക് I. വിസിഗോത്തുകളുടെ രാജാവായിരുന്ന അലാറിക്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ആക്രമണം റോമിന്റെ പതനത്തിന്റെ ആഴം ലോകത്തിന് കാണിച്ചുകൊടുത്തു. 39. ദൈവത്തിന്റെ ചാട്ടവാർ, സ്കർജ് ഓഫ് ഗോഡ് എന്നറിയപ്പെട്ടിരുന്ന ഹൺ രാജാവ് ആരാണ്? ഉത്തരം അറ്റില ദ ഹൺ. യൂറോപ്പിലാകെ ഭീതി വിതയ്ക്കുകയും റോമൻ സാമ്രാജ്യത്തെ നിരന്തരം ആക്രമിക്കുകയും ചെയ്ത ക്രൂരനായ യുദ്ധപ്രഭുവായിരുന്നു അദ്ദേഹം. 40. AD 455 റോം നഗരം അതിക്രൂരമായി നശിപ്പിച്ച ഗോത്രമേതാണ്? ഉത്തരം വാൻഡൽസ്. ഇവരുടെ നശീകരണ സ്വഭാവത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ വാൻഡലിസം എന്ന വാക്ക് ഉണ്ടായത്. 41. പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന്റെ പതനം നടന്ന വർഷം ഏതാണ്? ഉത്തരം AD 476. ചരിത്രകാരന്മാർ ഈ വർഷത്തെയാണ് ഔദ്യോഗികമായി പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിന്റെ അന്ത്യമായും മധ്യകാലഘട്ടത്തിന്റെ തുടക്കമായും കണക്കാക്കുന്നത്. 42. പടിഞ്ഞാറൻ റോമിലെ അവസാനത്തെ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം റോമുലസ് ഓഗസ്റ്റുലസ്. വെറുമൊരു കുട്ടിയായിരുന്ന ഇദ്ദേഹത്തെ ഒഡോവാക്കർ എന്ന ജർമ്മനിക് ജനറൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. 43. കിഴക്കൻ റോമൻ സാമ്രാജ്യം പിൽക്കാലത്ത് അറിയപ്പെട്ട പേരെന്താണ്? ഉത്തരം ബൈസാന്റൈൻ സാമ്രാജ്യം, ബൈസാന്റീൻ എംപയർ. പടിഞ്ഞാറൻ ഭാഗം തകർന്ന ശേഷവും കിഴക്കൻ ഭാഗം കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമാക്കി വീണ്ടും 1000-ലധികം വർഷം നിലനിന്നു. 44. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ച എപ്പോഴായിരുന്നു? ഉത്തരം AD 1453. ഓട്ടോമൻ തുർക്കികൾ സുൽത്താൻ മെഹ്മദ് രണ്ടാമന്റെ നേതൃത്വത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ റോമൻ സാമ്രാജ്യത്തിന്റെ അവസാന കണ്ണിയും അറ്റുപോയി. 45. റോമൻ പതനത്തിന് കാരണമായ ഒരു പ്രധാന ആഭ്യന്തര ഘടകം എന്താണ്? ഉത്തരം രാഷ്ട്രീയ അസ്ഥിരതയും അഴിമതിയും. നിരന്തരമായ അധികാരതർക്കങ്ങളും പ്രിറ്റോറിയൻ ഗാർഡുകൾ, ചക്രവർത്തിയുടെ അംഗരക്ഷകർ പണം വാങ്ങി ചക്രവർത്തിമാരെ മാറ്റുന്ന അവസ്ഥയും രാജ്യത്തെ ദുർബലമാക്കി. 46. സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ സാമ്പത്തിക പ്രതിസന്ധി എന്തായിരുന്നു? ഉത്തരം അമിതമായ നികുതിയും നാണയപ്പെരുപ്പവും. വലിയ സൈന്യത്തെ നിലനിർത്താൻ ജനങ്ങളുടെ മേൽ അമിത നികുതി ചുമത്തുകയും നാണയങ്ങളിലെ വെള്ളിയുടെ അളവ് കുറയ്ക്കുകയും ചെയ്തത് സമ്പദ്വ്യവസ്ഥയെ തകർത്തു. 47. റോമൻ നിയമസംഹിത ആധുനിക ലോകത്തിന് നൽകിയ സംഭാവന എന്താണ്? ഉത്തരം ജസ്റ്റീനിയൻ കോഡ്, കോർപ്പസ് ജൂറിസ് സിവിലിസ്. ബൈസാന്റൈൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ക്രോഡീകരിച്ച ഈ നിയമങ്ങളാണ് ഇന്നത്തെ പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥയ്ക്ക് അടിസ്ഥാനം. 48. റോമാക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതായിരുന്നു? ഉത്തരം ലാറ്റിൻ. ഇന്ന് ലാറ്റിൻ ഒരു മൃതഭാഷയാണെങ്കിലും ഫ്രഞ്ച്, സ്പാനിഷ്, ഇറ്റാലിയൻ തുടങ്ങിയ ആധുനിക ഭാഷകളുടെ ഉത്ഭവം ലാറ്റിനിൽ നിന്നാണ്. 49. റോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ പാരമ്പര്യമെന്താണ്? ഉത്തരം വാസ്തുവിദ്യ, നിയമം, ഭരണസംവിധാനം എന്നിവ. അവർ നിർമ്മിച്ച റോഡുകൾ, കൊട്ടാരങ്ങൾ, ജനാധിപത്യ റിപ്പബ്ലിക് ആശയങ്ങൾ എന്നിവയെല്ലാം ഇന്നും ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. 50. ചോദ്യം: റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം ബാഹ്യശക്തികളുടെ ബാർബേറിയന്മാരുടെ ആക്രമണമാണോ അതോ സാമ്രാജ്യത്തിനകത്തുണ്ടായിരുന്ന അഴിമതിയും സാമ്പത്തിക തകർച്ചയുമാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. റോം ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല, അതുപോലെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നതുമല്ല. നൂറ്റാണ്ടുകളോളം ലോകത്തെ ഭരിച്ച ആ മഹാസാമ്രാജ്യത്തിന്റെ കഥ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ചരിത്രകഥയുമായി വീണ്ടും കാണാം. നന്ദി.